വർണ്ണാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ലയൺ മയൂര റോയൽ കിങ്ഡം LMRK നടത്തുന്ന മഹാ അഗ്നിഹോമത്തിൻ്റെ മറ്റൊരു അഗ്നിഹോമം കൂടെ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. 26-ാം തീയതി ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ഇവിടെ വളരെ മനോഹരമായി സ്വാഗതമരുളിയ ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, നമ്മുടെ ഈ ചടങ്ങ് ധന്യമായി സാംസ്കാരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബ്രിഗേഡിയർ ഭരത് സിംഗ് റാണാജി, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം കൊണ്ടും ഈ പർട്ടിക്കുലർ സന്നാഹത്തെ ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ രജിത് കുമാർ ജി, അതുപോലെ എനിക്ക് ശേഷം സംസാരിക്കാനിരിക്കുന്ന ക്യാപ്റ്റൻ ശാലു ശർമ്മ, വേണുഗോപാൽ ജി, ശ്രീ ശ്രീനിവാസൻ തമ്പുരാൻ, ശ്രീമതി ലക്ഷ്മിപ്രിയാജി, സഹോദരിയായ അവർ സിനിമാ നടിയാണ്, എല്ലാവർക്കും അറിയാം. ഗ്രന്ഥകർത്താവായ കൈലാസി ശ്രീ മധുസൂദനൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കാനിരിക്കുന്ന സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. I think I need to use a bilingual method to make you all understand what I'm going to say, especially Brigadier G and his colleague and others who are sitting here who do not know Malayalam. I think I need to use a bilingual method to make you understand what I feel like inside of my heart. But at the beginning, let me just share a few words in my own colloquial Malayalam, because majority might be Malayalis. I think so. കാരണം ഈ തണുത്ത പ്രതികരണത്തിൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. മലയാളികൾ ശരി. അപ്പോൾ ഇന്ന് ഈ വളരെ മനോഹരമായൊരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ മാർച്ച് പാസ്റ്റ് പരേഡ് എല്ലാം കാണുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമ്മളിവിടെ യാഗം നടത്തുകയും ചെയ്തു. ഒരേ സമയത്ത് സ്ക്രീനിൽ ഒരഗ്നി, കുണ്ടത്തിലൊരഗ്നി, അങ്ങനെ നമ്മൾ രണ്ട് അഗ്നികളെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ തുടങ്ങിയത്. എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം, LMRKയുടെ ഈ ഗ്രൗണ്ട് ഫോഴ്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അങ്ങനെയുള്ള കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ വാർത്തെടുക്കുന്ന സംഘടനകളാണ്. സത്യത്തിൽ രാഷ്ട്രത്തിന് നല്ല ഉദ്യോഗസ്ഥരെ, അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥരെ, നല്ല പട്ടാളക്കാരെ, നല്ല അധ്യാപകരെയൊക്കെ സംഭാവന ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് എല്ലാം വളരെ സുഭദ്രമായി നോക്കി നടത്തുന്നത് ക്യാപ്റ്റൻ രജിത് ജിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഗ്രൗണ്ട് ഫോഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണയും പ്രത്യേകം പ്രശംസിച്ചാണ്. ഇത്തവണയും അവർക്കാണ് ആദ്യത്തെ എൻ്റെ കയ്യടി. കാരണം discipline is easy when it is said or written, but it is very hard when it is practiced. That is the greatness of our army, Indian Army. Of course, the world's best army as far as we are concerned. Whoever ranks armies 1, 2, 3, I don't mind that, because Indian Army guards not only human beings but gods thriving with life. Across the country you can see every particle of this nation is throbbing with divinity. So Indian Army is a divine army. In all of the countries you can see that army men are controlling or protecting its human population, but Indian Army is protecting even gods. So there comes the importance of Lord Kartikeya, son of Lord Shiva, born to kill and destroy n number of evil personalities like Tarakasura, Shurapatma. You can name them. But you see, Lord Kartikeya is regarded as the chief commandant of divine army, Deva Senadhipati. In the Bhagavad Gita 10th chapter, the Vibhuti Yoga, Lord Krishna says, Senaninam aham skanda.
I am Skanda among all the chief commandants of armies in the whole world, the universe. So Sri Krishna identifies himself with Lord Skanda. Why? Because valor, spirit, glory, power, attack, everything is included in one name, that is Skanda. So this is, Indian Army is actually Scandinavian Army because Skanda is the head. See, Scandinavian is belonging to Skanda. So here, today we witnessed our Prime Minister addressing the nation on the holy day of Republic Day, because we have formed an army which is exemplary to the rest of the armies of the world, because we have, as when I was a student, a warrior to Akhil Bharatiya Vidyarthi Parishad, when I was in college, so we were used to chant this, Jnanam, Sheelam, Ekata. We were all students brought up by and designed and chiseled by the Rashtriya Swayamsevak Sangh. At that time, we were all ABVP personnel. So we were all thinking about these three things: Jnanam, that is wisdom; Sheelam, that is character; Ekata, that is unity. And a bigger picture of all these values can be seen in the Indian Army, and only in the Indian Army. ഇനി നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിലേക്ക് വരാം. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മുടെ ബ്രിഗേഡിയർ വിചാരിക്കും ഇത്ര മോശക്കാരാണോ മലയാളികളെന്ന്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. ഇടയ്ക്ക് ഞാൻ ഇംഗ്ലീഷും ചേർത്ത് പറയാം, അവിയൽ പരുവത്ത് പറയാം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയിലെ വിഷയമാണ്. എല്ലാ തവണയും നമ്മൾ കൂടിക്കാണുമ്പോഴും ശബരിമലയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും. ഒന്നല്ലെങ്കിൽ എലിവാല്, അല്ലെങ്കിൽ പുലിവാല്, എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്തൊരു സമയം ശബരിമലയിൽ ഉണ്ടായിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ശബരിമല ക്ഷേത്രത്തിലെ കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണവും മറ്റ് പലയിടങ്ങളിൽ നിന്നുള്ള സ്വർണവും കുറേ പേര് മോഷ്ടിച്ചുകൊണ്ടുപോയി. അതേക്കുറിച്ച് ഞാനും വടയാർ സുനിൽജിയും കൂടി വളരെ സുദീർഘമായി 2 സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങളൊരു അനുഭവം വിട്ടിട്ടാണ് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത്. അത് ഇവിടെ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ ആദ്യത്തെ അയ്യപ്പൻ താന്ത്രിക ബന്ധനത്തിൽ നിന്ന് വെടിയിടുമ്പോൾ ശബരിമലയിൽ ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് തന്ത്രിയെപ്പറ്റിയോ അല്ലെങ്കിൽ മന്ത്രിയെപ്പറ്റിയോ ആരും പറഞ്ഞു തുടങ്ങിയിരുന്നില്ല. ഞങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ആ വീഡിയോ ഒത്തിരി പേര്, ലക്ഷക്കണക്കിന് പേർ കണ്ട വീഡിയോ ആണ്. അതിനുശേഷം അത് കേരളം ആകെ ചർച്ചയാവുകയും സമാനതകളില്ലാത്ത ഒരു ദുര്യോഗം ശബരിമലയിലെ അയ്യപ്പന് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. 2ാം തവണ പലരും ചോദിച്ചു തന്ത്രിയെപ്പറ്റി എങ്ങനെയാണ് ഗുരുമൂർത്തി അങ്ങനെ പറയുക. അപ്പോൾ അതിന് വിശദീകരണമായിട്ട് വീണ്ടും സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം കൂടിയാണ് ഇന്ത്യ ലൈവ് ചാനൽ. കാരണം ഇന്ത്യ ലൈവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരോട് എൻ്റെ വിശദീകരണം പറഞ്ഞേനെ. ഇപ്പം ഇന്ത്യ ലൈവിൽ അത് വന്നത് എൻ്റെ ഭാഗ്യമാണ്. ഇന്ത്യ ലൈവ് എന്ന ചാനലിൻ്റെ മദർ കമ്പനിയുടെ പേര് തന്നെ സ്കന്ദ മീഡിയ, സ്കന്ദ മീഡിയ നെറ്റ്വർക്ക് എന്നാണ്. സ്കന്ദൻ്റെ പേരിലാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു രസകരമായ ഒരു സംഗതി പറയാം. ഞാൻ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് എൻ്റെ വലത്തെ തുടയുടെ മേലെ, ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് കാണിക്കാൻ വയ്യ, വലത്തെ തുടയുടെ മേലെ പച്ച കുത്തിയ പോലെ ഒരു വേലാകൃതി ഒരു ഞരമ്പ് ഇങ്ങനെ പിണഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അമ്മ പണ്ട് പറയും, ഇവനെന്തോ മുരുകൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടെന്നൊന്നും, ഈ ഞരമ്പ് എങ്ങനെയാണ് വേലിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ടത്. സ്വകാര്യമായി എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ ഇപ്പോൾ കാണിക്കാൻ എനിക്ക് അവകാശമുള്ളൂ. നിങ്ങളെന്നെനിക്ക് കാണിക്കാൻ വയ്യ. തെളിവ് ചോദിച്ചാൽ ഇന്ത്യ ലൈവിൽ ഇടാനും വയ്യ. അപ്പം അന്ന് മുതലേ ഞാൻ പഴനി മുരുകൻ്റെ ഒരു വലിയ ആരാധകനാണ്, വലിയ ഭക്തനാണ്. കാരണം മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് നെയിമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ദ കമ്മ്യൂണിറ്റി ടു വിച്ച് ഐ ബിലോങ്, മുരുകൻ്റെ പ്രാർത്ഥനകളൊക്കെ വളരെ, തൈപ്പൂയമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. നമ്മുടെ പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരങ്ങളിലൊക്കെ വിശേഷമായി മുരുകനെ പൂജിക്കുന്നവരാണ് മിക്ക ആളുകളും. അതുപോലെ തന്നെ വീട്ടിലും എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് മുരുകൻ എന്ന് പറഞ്ഞാൽ അത് രമണ മഹർഷിയായിരുന്നു. കാരണം എനിക്ക് മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുള്ളത്, മഹർഷി ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന ഒരു ചിത്രം വീട്ടിലുണ്ട്. അപ്പം ഞാൻ എന്നും അതിലേക്ക് നോക്കും. കാരണം കോണകം മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. മഹർഷി ആകെ ഒരു കോണകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതോ മൈസൂരിൽ നിന്ന് വന്ന വലിയ രാജ്ഞിയുടെ കൂട്ടുകാരൊക്കെയോ കുറേ പേര് വന്നപ്പോൾ അവർ മഹർഷിയോട് ചോദിച്ചു, ഇത്രയും ആളുകൾ വരുമ്പോൾ അങ്ങേക്ക് ഒരു നല്ല വസ്ത്രം കൊടുത്തൂടെ? അപ്പം മഹർഷി പറഞ്ഞു, ഇത് തന്നെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്, എനിക്കിത് വേണമെന്നില്ലാന്ന്. ഇപ്പം മുരുകൻ സത്യത്തിൽ പഴനി പോയാൽ എങ്ങനെയാണ് നിൽക്കുന്നത്? വെറും കോണകമേ ഉള്ളൂ. കച്ചം എന്ന് പറയുന്നത് തന്നെ. അതായത്
ഈ കവചമാണത്. അതായത് ബ്രഹ്മചാരിയാണ് ഞാനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേഷത്തിൽ ബാലമുരുകൻ അവിടെ നിൽക്കുന്നത്. ഞാൻ ബ്രഹ്മചാരിയാണ്. ഇപ്പോൾ സോൾജേഴ്സ് ആണെങ്കിലും അവരും നിത്യേന നമ്മളെയൊക്കെ പോലെ ജീവിച്ചാൽ ഒരിക്കലും അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളൊരു വാരിയറായിട്ട് വരണമെങ്കിൽ അയാൾക്ക് രുചി, ശരീരസുഖം, ഈ 2 കാര്യങ്ങളും വിടാൻ കഴിയണം. അല്ലാത്തവർക്ക് ഒരിക്കലും ഒരു യോദ്ധാവാൻ പറ്റില്ല. കാരണം എത്രയോ അദ്ദേഹം പറഞ്ഞു, സിയാച്ചിൻ -50°C. Who can survive? Only a person who holds the veeryam in him without it getting spoiled in mundane pleasures. ഈ ഭൂമിയിൽ നമുക്ക് കല്യാണം കഴിച്ച് കുട്ടികളായ പട്ടാളക്കാരൊക്കെ വിവാഹം കഴിക്കുന്നവരാണ്. ഭാര്യയെ നാട്ടിൽ നിർത്തിയിട്ട് ദൂരെ പോവുകയാണ് അവർ. നമ്മുടെ പാട്ടിലെ സന്ദേശയാത്തേ, that song. You see, all the military songs in the Hindi Bollywood movies, I really love them. Starting from Lata Mangeshkarji's song that Brigade has just mentioned. നമുക്ക് ഹൃദയത്തിൽ വളരെ പട്ടാളക്കാരുള്ള ബഹുമാനത്തിന് പ്രധാന കാരണം എന്താണ്? അവർ നാം എല്ലാം അനുഭവിക്കുന്ന സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്നുള്ളതാണ്, അല്ലേ? അതാണ് കാരണം, പ്രധാനപ്പെട്ട കാരണം. നാം അനുഭവിക്കുന്ന സുഖങ്ങളെ ത്യജിച്ചുകൊണ്ടാണ് ഒരു പട്ടാളക്കാരൻ ജീവിക്കുന്നത്. ഏറ്റവും കൊടിയ തണുപ്പിൽ, കൊടും ചൂടിൽ എല്ലാം ഒരു പരാതിയും പറയാതെ ഒബേ വിതൗട്ട് ക്വസ്റ്റ്യനിങ്. ആ ഒബീഡിയൻസ് ബ്രഹ്മചാരിയുടെ ഭാവമാണ് മുരുകൻ നമ്മൾ കാണിച്ചിരുന്നത്. മുരുകൻ്റെ രൂപത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം രാജാലങ്കാർ. ദിസ് ഇസ് രാജാലങ്കാർ ഓഫ് പഴനി മുരുക ടെമ്പിൾ. ദിസ് ഇസ് രാജാലങ്കാർ. മുരുകൻ ടു ഫുൾഫിൽ ഹിസ് ആൻറ്റീസ് വിഷ്, ആൻറ്റി ഈസ് മഹാലക്ഷ്മി, wish to see him in all glory. Once or twice a day, Murugan dresses up like a king. But the rest of the time, he is a brahmachari. So, എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ മുരുകൻ എന്ന് പറഞ്ഞാൽ അത് രമണ മഹർഷി, ഭഗവാൻ രമണ മഹർഷി, തിരുവണ്ണാമലയിലെ ഭഗവാൻ രമണ മഹർഷിയായിരുന്നു. പിന്നീടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കാവ്യകണ്ഠ ഗണപതി മുനി എഴുതിയത് ഗുരവേ താരകാരേ എന്നൊക്കെയുള്ള കൃതികളിൽ എഴുതിയത് ഞാൻ വായിച്ചത്. സാക്ഷാൽ താരകാസുരനെ വധിച്ച മുരുകൻ തന്നെയാണ് രമണ ഭഗവാനായി ഭൂമിയിൽ അവതരിച്ചത് എന്നതൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കുട്ടിക്കാലത്ത് എന്നെ സംബന്ധിച്ച് ഈ കാവടി എടുക്കുക, പോവുക എന്നൊക്കെയുള്ള വലിയ സ്വപ്നമായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. പഴനിയിൽ മുരുകൻ നിൽക്കുന്നത് ഊരുബാഹുവായിട്ടാണ്. അതായത് തുടയിൽ കൈ വെച്ചുകൊണ്ട് ഊരുബാഹുവായിട്ടാണ് ദണ്ഡായുധം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. രമണ മഹർഷിയുടെയും കോലം അങ്ങനെ തന്നെയാണ്. ഒരു ദണ്ഡും പിടിച്ച് ഊരുബാഹുവായി നിൽക്കുന്നു. മഹർഷിയെ പറ്റി പറയുന്നത് രമണ മഹർഷിക്ക് 7 അടി ഉയരം ഉണ്ടായിരുന്നു എന്നാണ്. അക്കാലത്ത് ബ്രിട്ടീഷ് ആർമിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, മേജറായിരുന്ന മേജർ ചാഡ്വിക് visited Sri Ramanashram. Major Chadwick was 6 feet 3 inches. And when he walked with Ramana Maharshi, he was smaller to Ramana Maharshi. So Ramana Maharshi was 7 feet tall. അത്ര ഉയരമുള്ള മനുഷ്യനായിരുന്നു രമണ മഹർഷി. ഗുഹയിൽ, തിരുവണ്ണാമലയിലെ ഗുഹയിൽ 1.5 മാസത്തോളം ഇരുന്നിട്ട് വലത്തെ കാല് ശോഷിച്ചു പോയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞു നടക്കുന്നുണ്ട്. nobody knew that he was 7 feet tall. മുരുകൻ ഒരു യോദ്ധാവിൻ്റെ പൂർണ്ണ ലക്ഷണമുള്ളവനാണ്. യോദ്ധാവിൻ്റെ പൂർണ്ണ ലക്ഷണത്തിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. എൻ്റെ ഗുരു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു NCC ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ക്യാമ്പിനെ നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ, ഒരു അധ്യാപകനുണ്ടായിരിക്കും, മറ്റുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈനപ്പ് ചെയ്ത് നിന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി, സ്കൂൾ കുട്ടി, ശരിക്കും ബട്ടൺ ഇട്ടിട്ടില്ല, മുകളിലത്തെ ബട്ടൺ. അപ്പോൾ അത് ഭയങ്കര ദേഷ്യം. മിലിറ്ററിയിൽ അതൊക്കെ വളരെ പ്രധാനമാണ്, ഡ്രസ്സിംഗ് ഒക്കെ വളരെ പ്രധാനമാണ്. ഞങ്ങൾ നല്ല നല്ല ഡ്രസ്സൊക്കെ പെട്ടിയിൽ കൊണ്ടുവന്ന് വന്നത്, ഇത് ഉടുക്കാനേ ഭാഗ്യമുള്ളൂ. ഇപ്പോൾ തണുപ്പ് കാരണം വാടയാർജി ഇപ്പം ഇന്ന് വൈകുന്നേരം ഷർട്ട് ഇട്ട് വന്ന് നന്നായി അനുഭവിക്കുന്നുണ്ട് തണുപ്പ്. ഞാൻ നല്ല ഷർട്ടൊക്കെ ഉള്ളിലിട്ടിട്ടുണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഊരാൻ നിർവാഹമില്ല തണുപ്പ് കാരണം. ഏതായാലും ഈ പയ്യൻ ഇങ്ങനെ മുകളിൽ കൊടുക്കിടാൻ നിന്നപ്പം ഈ ക്യാപ്റ്റന് ദേഷ്യം വന്നു. ക്യാപ്റ്റൻ പറഞ്ഞു ബട്ടൺ ഇടൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടി അനങ്ങുന്നില്ല. ഇപ്പോൾ കമാൻഡ് അനുസരിക്കാത്തപ്പോൾ ക്യാപ്റ്റന് ഈഗോ വർക്കൗട്ട് ചെയ്ത് ക്യാപ്റ്റൻ പറഞ്ഞു മര്യാദയ്ക്ക് ബട്ടൺ ഇട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടി പിന്നെ അവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണ്. 3-ാം തവണ ക്യാപ്റ്റൻ കാലിങ്ങനെ ചവിട്ടി സ്റ്റാമ്പ് ചെയ്തിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ബട്ടൺ ഇട്ടില്ലെങ്കിൽ താൻ ഈ ഗ്രൗണ്ടിന് ഒരു 7 റൗണ്ട് ഓടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എന്ത് ചെയ്തറിയോ? കുട്ടി നേരെ മുന്നോട്ട് നടന്നു വന്ന് ക്യാപ്റ്റൻ്റെ ബട്ടൺ ഇട്ട് കൊടുത്തു. ഹിസ് ബട്ടൺ വാസ് അൺഡൺ. ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ ആദ്യം വേണ്ടത് സ്വയം നന്നാവുന്നുള്ളതാണ്. സെൽഫ് ഇംപ്രൂവ്മെന്റ്, സെൽഫ് ഡിസിപ്ലിൻ. Before commanding others, you have to command your own mind, your own body.
treat your mind as a slave and command to it and make it do things. So ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മളിലേക്ക് നോക്കി തെറ്റ് തിരുത്താതെ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഒരു തെറ്റ് വിളിച്ചു പറഞ്ഞാൽ പ്രപഞ്ചം അത് 100 തവണ നമ്മളോട് തിരിച്ച് വിളിച്ചു പറയും. അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതൽ ഈ എപ്പോൾ നോക്കിയാലും വിശുദ്ധമായ ഭംഗിയുള്ള വളരെ മനോഹരമായ രൂപമുള്ള കമനീയ രൂപമുള്ള ശ്രീകൃഷ്ണനോളമോ ശ്രീകൃഷ്ണനെക്കാളുമോ ഒരല്പം സൗന്ദര്യം കൂടുതലുള്ള ദേവനാണ് ആര്? മുരുകൻ. പാൽ വർണ്ണമാണ്, നല്ല പാലിൻ്റെ നിറമാണ്, വെളുവെള്ളാന്നാണ്. കൃഷ്ണൻ കാർവർണ്ണനാണ്, ശ്യാമവർണ്ണനാണ്. പരമശിവൻ അറിയാം കർപ്പൂര ഗൗരം എന്നാണ്. കർപ്പൂരത്തിൻ്റെ നിറമാണ് പരമശിവൻ. പരമശിവൻ്റെ പുത്രൻ തേജോരൂപമായ പുത്രൻ പരമശിവനെ പോലെ തന്നെ അഗ്നിരൂപനാണ്, വിശുദ്ധനാണ്. ആ വിശുദ്ധനായ അഗ്നിരൂപനെ വേദം അഗ്നിം ഈടേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാതമം എന്ന് സ്തുതിച്ചു. ആ ദേവനെയാണ് നമ്മൾ ഇന്നോളവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, എല്ലാ തരത്തിലുള്ള അഗ്നിയും. ഇപ്പം ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പചാമ്യന്നം ചതുർവിധം. ഞാൻ വൈശ്വാനരനായി ഭവിച്ചിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും വയറ്റിൽ വിശപ്പിൻ്റെ അഗ്നിയായി ജഠരാഗ്നിയായി കുടികൊള്ളുന്നു. സോ ജഠരാഗ്നി ആരാണ്? ഭഗവാൻ തന്നെയാണ്. മഹാവിഷ്ണു പറയണം, ശ്രീകൃഷ്ണൻ പറയാണ്, ഞാനാണ് വയറ്റിലെ അഗ്നി. വയറ്റിലെ അഗ്നി ഭഗവാനാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സർഗക്രിയയ്ക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും ഇണചേരുമ്പോൾ അവരുടെ ലൈംഗിക അവയവങ്ങളിൽ പടരുന്ന അഗ്നിയും ഈശ്വരൻ തന്നെയാണ്. സൃഷ്ടിയുടെ ആദിയായ അഗ്നിയാണത്. വിശപ്പിൻ്റെ അഗ്നി ഭഗവാനാണ്. പ്രേമത്തിൻ്റെ അഗ്നി, ആശയത്തോടുള്ള അർപ്പണത്തിൻ്റെ അഗ്നി, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ബുദ്ധിയിൽ വേദാന്ത ചിന്തയിൽ താനാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്ര പര്യവേക്ഷണം ചെയ്യുന്നതുമായ അഗ്നി, ആ ബൗദ്ധിക അഗ്നിയും മുരുകൻ തന്നെയാണ്. നമ്മിലെ ആത്മസ്വരൂപമായിരിക്കുന്ന അഗ്നിയും മുരുകൻ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത്രയും ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പറ്റിയ ഒരു ഉപാസന മാർഗമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും നീക്കുപോക്കുകളില്ലാതെ ഡിസിപ്ലിൻഡായി ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ലക്ഷ്യം പോകാവുന്ന ഒരു ഉപാസനാ മാർഗമാണ് സ്കന്ദൻ്റെ ഉപാസനാ മാർഗം. സ്കന്ദൻ്റെ ഉപാസനാ മാർഗത്തിൽ സ്കന്ദനെ സംബന്ധിച്ചും ശ്രീ ലളിതാംബികയെ സംബന്ധിച്ച് ശ്രീവിദ്യാ പരമ്പരയിലും സ്കന്ദൻ്റെ സ്കാന്തമായ മാർഗവുമുണ്ട്. ശ്രീചക്രത്തെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ സ്കന്ദൻ്റെതായൊരു മാർഗവും ശ്രീവിദ്യയിലുണ്ട്. അങ്ങനെ വളരെ നമ്മുടെ ഭാരതത്തിൻ്റെ ഉത്തര ദക്ഷിണ പൂർവ്വ പശ്ചിമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും നമ്മുടെ ആരാധനാക്രമങ്ങളെ ഒന്നിപ്പിക്കുന്ന അഗ്നിസ്വരൂപനായിരിക്കുന്ന ഈ മുരുകൻ ഇന്ന് ഒരു പുതിയ ഭാവം എടുത്തിരിക്കുകയാണ്. അതായത് ഇതുവരെ നമ്മൾ മുരുകനെ പറ്റി പഴനിയിൽ പോയിട്ടും തൈപ്പൂയത്തിന് കാവടി എടുത്തും, തൈപ്പൂയത്തിന് കാവടിയുടെ കഥ നിങ്ങൾക്കറിയാലോ. എന്താണ്? നമ്മുടെ അഗസ്ത്യ മുനിക്ക് ഒരു യാഗം ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ അതിന് 2 വലിയ മലകൾ വേണം ആ യാഗത്തിന്, ശിവമലയും ശക്തിമലയും. ശിവഗിരിയും വേണം, ശക്തിഗിരിയും വേണം. അപ്പോൾ ഇത് എങ്ങനെ ചുവന്നുകൊണ്ടുവരും? അതിന് വേണ്ടിയിട്ട് ശൂരപത്മാസുരൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പറായിരുന്നു ഹിഡുംബൻ. ശൂരപത്മാസുരൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പറായിരുന്നു ഹിഡുംബൻ. അവൻ്റെ എല്ലാ വൃത്തികേടും കൂട്ടു നിന്നിരുന്ന ആളാണ് ആദ്യം. പിന്നെ അവൻ്റെ ഉള്ളിൽ ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ ആസുരികത ഇല്ലാണ്ടാവണം. ആ പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് അയാൾ നല്ലവനായി ഭക്തനായി അഗസ്ത്യൻ്റെ ശിഷ്യനായി. അപ്പം അഗസ്ത്യൻ പറഞ്ഞു, ഹിഡുംബൻ ആരോഗ്യവാനാണ്, അസുരനാണ്, അതിഭീകര ശക്തിയുള്ളവനാണ്. ഹിഡുംബനോട് പറഞ്ഞു, നീ പോയിട്ട് ആ ശിവഗിരിയും ശക്തിഗിരിയും ചുമന്നുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഹിഡുംബൻ പോയിട്ട് ഹിഡുംബനും ഭാര്യ ഹിഡുംബിയും പോയിട്ട് നിസ്സാരമായിട്ട് നമ്മൾ പണ്ടുള്ളൊരു മീൻ കൊട്ട കൊണ്ടല്ലേ, അതുപോലെ ഒരു വടിയുടെ മേലെ മുളയുടെ മേലെ 2 അറ്റത്ത് കൊട്ടയിലാക്കിയിട്ട് ഈ മണ്ണ് ചുവന്നുകൊണ്ട് വന്നു, ഈ മല മുഴുവൻ ചുവന്നുകൊണ്ട് വന്നു, ഈസിയായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ വഴി തെറ്റിപ്പോയി കാട്ടിൽ. വഴി തെറ്റിയപ്പോൾ ഒരു ബാലൻ അവരെ വഴി തിരിച്ചു വിട്ടു, ശരിയായ വഴിക്ക് വിട്ടു. അപ്പോൾ ചെന്നപ്പോൾ അങ്ങനെ ദൂരെ ചെന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് മല 2 നിലത്ത് വെച്ചിട്ട് ഹിഡുംബനും വിശ്രമിക്കുമ്പോൾ അതവിടെ ഉറച്ചുപോയി. ആ മല പൊങ്ങാൻ പറ്റണില്ല. അപ്പം എന്തുകൊണ്ടായി? എനിക്ക് പൊക്കാൻ പറ്റാത്ത മല ഈ ലോകത്തോ? അതിശക്തനായ ഹിഡുംബൻ അന്താളിച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ അവിടെ വേലെടുത്ത് വിളയാടുകയാണ്. അപ്പം ഇവൻ ഏതാണ് ഈ പയ്യൻ എന്ന് മനസ്സിലാവാൻ ഹിഡുംബൻ അവനെ വെല്ലുവിളിച്ചു. എനിക്ക് എൻ്റെ ഗുരുവിന് ഉടനെ മണ്ണ് ചുവന്ന് കൊണ്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം നീ ഇവിടെ കിടന്നിട്ട് നിൻ്റെ നൃത്തം ചെയ്തിട്ട് എൻ്റെ തടസ്സം മുടക്കി നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരുന്ന ആരോട് പറഞ്ഞു? ഈ കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ കുട്ടി അങ്ങനെ എന്നെ കൊല്ലാൻ പറഞ്ഞു, നീ കാണിക്ക്, നീ വലിയ ശക്തനാണ്, കാണിക്ക്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ നിമിഷം നേരേ ഉള്ളൂ. മുരുകൻ വേലുകൊണ്ടൊരു കൊത്ത്, ഹിഡുംബൻ ചത്തുപോയി, മരിച്ചുപോയി. അപ്പം ഹിഡുംബി കരയാൻ തുടങ്ങി. അഗസ്ത്യർ വന്നിട്ട് മുരുകനോട് പ്രാർത്ഥിച്ചു, മുരുക, ഇവനെ കൊണ്ട് ഒരുപാട് ഗുണം യാഗസേവയ്ക്കുണ്ട്, ഇവൻ എൻ്റെ ഗ്രൗണ്ട് ഫോഴ്സാണ്, ഇവനെ എനിക്ക് ഒരിക്കലും കൊല്ലാൻ പാടില്ല, ഇവനില്ലെങ്കിൽ എനിക്ക് യാഗം നടക്കില്ല, അതുകൊണ്ട് ഇവനെ ശരിക്കും ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുരുകൻ അവന് ജീവൻ കൊടുത്തു എന്ന് മാത്രമല്ല, അവനെ
സിദ്ധസംഘത്തിൽ ചേർക്കുകയും അവൻ ആരാധിക്കപ്പെടണമെന്ന് തിരുവാവിനംകുടിയിൽ അവൻ ആരാധിക്കപ്പെടണമെന്ന് പറയുകയും ചെയ്തിട്ട് അവന് വേണ്ടിയിട്ട് ഗുഹ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ ആ ദിവസത്തിന് ഓർമ്മയ്ക്കാണ് നമ്മൾ തൈപ്പൂജത്തിന് കാവടി എടുക്കുന്നത്. അപ്പം മുരുകൻ്റെ ഗ്രൗണ്ട് ഫോഴ്സിൽ ചേരാനുള്ള ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് കാവടി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം കാവടി എടുക്കുന്നത് നിസ്സാര കാര്യമല്ല. ഞാൻ കാവടി എടുത്തിട്ടുണ്ട്. എൻ്റെ കുണ്ടലിന് ശരീരത്തിൽ ഇറങ്ങി ചാടിപ്പോയി പുറത്തേക്ക്. നട്ടുച്ചയ്ക്ക് പഴനിമല കാവടി എടുത്ത് കയറിയുണ്ടല്ലോ, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാർപ്പണം ആത്മനിയന്ത്രണം ഒക്കെ ഉള്ളവർക്ക് മാത്രം പറ്റിയ ഒരു പാതയാണ് മുരുകൻ്റെ പാത. ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ആനന്ദമാണ്. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ കൃഷ്ണയ്യർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടൻസിയുടെ അധ്യാപകനുണ്ട്. കൃഷ്ണയ്യർ എന്ന അദ്ദേഹത്തെ, മഹാനായ അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ പേടിയോടുകൂടിയാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ ചേരണമെന്ന് വെച്ചാൽ ഒട്ടുമിക്ക കുട്ടികളും പറയും വേണ്ട എന്ന് പറയും. കാരണം അത്രയ്ക്ക് ചീത്ത വിളിക്കും, അത്രയ്ക്ക് വഴക്ക് പറയും, ഇടയ്ക്കിടയ്ക്ക് മുരുകാ എന്നുറക്കെ വിളിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങളവിടെ ബ്രാഹ്മണ സമൂഹത്തിൽ ഈ മുരുകൻ്റെ ഭജന വരുമ്പോൾ ബാക്കി ഭജനക്കൊക്കെ പുള്ളി അടങ്ങിയിരിക്കും. മുരുകൻ്റെ ഭജനയോട് വരുമ്പോഴേക്കും അദ്ദേഹം നിലത്തേന്ന് കൈ രണ്ടും അടിച്ച് കണ്ണൊക്കെ ചുവന്ന് മുരുകാ മുരുകാ എന്ന് വിളിക്കുന്ന ആ രംഗം മനസ്സിൽ നിന്ന് ഒരിക്കലും ആരിലെയും മനസ്സിൽ നിന്ന് മാറില്ല. അത്രയും വലിയൊരു മുരുകഭക്തനെ ഞാൻ അദ്ദേഹത്തെയാണ് കണ്ടത്. അദ്ദേഹം ഷർട്ട് ഇടില്ലായിരുന്നു, ഒരു ഒറ്റമുണ്ട്, രുദ്രാക്ഷമാല, പിന്നെ പൊക്കിൾക്കൊടി വരെ താടി. അപ്പോൾ എന്താ അദ്ദേഹം കല്യാണം കഴിക്കാൻ ഞാൻ അദ്ദേഹത്തെ ചോദിക്കാൻ ശിഷ്യന്മാർക്ക് പേടിയാണ്. ഒരിക്കൽ അദ്ദേഹം തന്നെ കഥ പറഞ്ഞു. ഒരു ദിവസം 10-30 വയസ്സായപ്പോൾ ഇത്രയും പഠിപ്പുള്ള പയ്യനാണ്, നിനക്ക് കല്യാണമൊന്നും വേണ്ടെന്ന് എല്ലാവരും ചോദിക്കേണ്ടായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു പെണ്ണ് കാണാച്ചിട്ട് നല്ലൊരു ചെരുപ്പ് വാങ്ങി, നല്ലൊരു ഷർട്ട് വാങ്ങി, മുണ്ടൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹം റെഡി ആയിട്ട് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. ചെരുപ്പിട്ടപ്പോൾ അദ്ദേഹത്തിന് അമ്മ ചോദിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, എങ്ങടാ കൃഷ്ണ പോകണതെന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, എനിക്ക് വിവാഹപ്രായമായി ഒരു പെണ്ണ് കാണാൻ പോവാണ്. അപ്പം അമ്മ ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ഞാൻ പോരെ നിന്നെ നോക്കാൻ, നിനക്ക് എന്നെ വേണ്ടേ? വെറുതെ തമാശയ്ക്ക് അമ്മ ചോദിച്ചാ. അദ്ദേഹം ഉടനെ ആ ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചു, ഷർട്ട് അങ്ങോട്ട് ഊരി. അന്നു മുതൽ ബ്രഹ്മചാരിയായി ജീവിച്ചു. മുരുകഭക്തരുടെ ജീവിതത്തിൽ പ്രത്യേകതയുണ്ട്. മറ്റ് ഭക്തി പോലെ മെല്ലെ 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 കത്തിപ്പെടുന്ന സാധനം അല്ലാതെ ഒരു പർട്ടിക്കുലർ മോമെൻ്റ് ഒറ്റയടിയാണ് ആ വഴികൾ തിരിയും. ഇപ്പം നമ്മുടെ യുഗപ്പിറവിക്ക് മുന്നിൽ എന്നുള്ള പുസ്തകത്തിൽ തന്നെ അതുവരെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അതിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. മുരുകൻ്റെ ആക്ഷൻ മുഴുവൻ ഒരു മിലിറ്ററി മൂവ്മെൻറ്റ്, എപ്പോൾ അറ്റാക്ക് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് തലയെ കൂട്ടി ജയ്ഷെ മുഹമ്മദ് നാളെ നിങ്ങളുടെ ക്യാമ്പ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് യുദ്ധമല്ല. അപ്പം മുരുകൻ ആ യുദ്ധദേവതയുടെ രൂപം മുഴുവൻ കാണിക്കുകയാണ്. എന്താണ്? ഒരു മനുഷ്യനെ അവിചാരിതമായി വളരെ പെട്ടെന്ന് ഇതിലേക്ക് വലിച്ചെറിയുന്നൊരു ശക്തിയാണ് മുരുകൻ്റേത്. അങ്ങനെ കൃഷ്ണയ്യർ സാറ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഒട്ടുമിക്ക ചാർട്ടേഡ് അക്കൗണ്ടൻസും, അദ്ദേഹം പഠിപ്പിച്ചവരാണ്. അത് ഒരു ചെറിയൊരു സംഭവം കൂടി പറയാം. ഈ മുരുകൻ്റെ ഭക്തന്മാരുടെ വാക്ക് ഫലിക്കും ഞാൻ അന്ന് പറഞ്ഞു. തൊണ്ടറുകൾ പേശരതെല്ലാം നടക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനൊരു ഉദാഹരണം പറയാം. ഈ കൃഷ്ണയ്യർ സാറ് പൂർണ്ണ മുരുക ഭക്തനാണ്. അന്ന് ശേഷം ആൾ ഷർട്ട് ഇട്ടിട്ടില്ല, ചെരുപ്പ് ഇട്ടിട്ടില്ല, അങ്ങനെയായിരുന്നു അയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു കുട്ടി, ബികോമിന് പഠിച്ചിരുന്ന കുട്ടി, പരീക്ഷയുടെ സമയമായപ്പോൾ അദ്ദേഹം നല്ലോണം ചീത്ത വിളിക്കും എല്ലാവരും. ഇപ്പോൾ ബികോമിന് പഠിച്ചൊരു ഒരു പയ്യൻ, പേര് ഞാൻ പറയണില്ല, ഒരു പയ്യൻ ഇയാളെ ഇച്ചിരി ഉള്ളിൽ കളിയാക്കിയിരുന്നു മനസ്സിൽ. മുരുകഭക്തനായത് ഇപ്പോൾ നമ്മുടെ രജിത് ജിക്ക് ഒരുപാട് തെറി കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും 1 കിലോ വീതം അദ്ദേഹത്തിന് തെറി പറയാൻ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇത് പറയുന്നത് അവരോട് കൂടിയാണ് പറയുന്നത്. അങ്ങനെയുള്ള പൊങ്ങന്മാരോടും പോഷന്മാരോടും ഇത് പറയണത്, അത് കേൾക്കണം അവർ. അതിനാണ് പറയണത്. അതായത് മാഷ് ഒരുപാട് പേരെ പഠിപ്പിച്ചു, എല്ലാവരും മാഷോട് ഭയഭക്തിയോട് നിന്ന ആൾക്കാരാണ്. അപ്പം അവസാന ദിവസം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പരീക്ഷയാണ്, സ്റ്റഡി ലീവാണ്. അപ്പോൾ എല്ലാവരും മാഷക്ക് ഒരു പെന്ന്, ഒരു പൂവ്, അല്ലെങ്കിൽ ഒരു ബുക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പയ്യൻ, അവൻ്റെ അച്ഛൻ ഗൾഫിലാണ്, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി നല്ലോണം ഉള്ള ആളാണ്. അവൻ മാഷക്ക് കൊടുത്തെന്നറിയോ? ഷേവിങ് സെറ്റ്. കാരണം മാഷ് മുരുകഭക്തൻ ഷേവ് ചെയ്യാറേ ഇല്ല. പിന്നെ പൊക്കിൾ വരെ താടിയാണ്. എൻ്റെ ഫ്രണ്ടാണ് ഒന്ന് ചെയ്ത, മൈ ഫ്രണ്ട് ബാബാ, അവനെ പിടിച്ചോ, അവിടെ വെച്ചോ, നല്ല കുട്ടി, ശരി ശരി ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എൻ്റെ പ്രഭാഷണമൊക്കെ ആർക്കെ വരാനുണ്ടോ? അപ്പോൾ കൃഷ്ണയ്യർ സാറിൻ്റെ അടുത്ത് ലാസ്റ്റ് ഈ പയ്യൻ കൊണ്ട് കൊടുത്തത് ഒരു ഷേവിങ് സെറ്റ്. അത് കളിയാക്കാൻ കൊടുത്തത് എന്തിനെന്നറിയോ? കൃഷ്ണയ്യർ സാറ് എന്നെ കളിയാക്കി താടി വടിച്ചോട്ട് നടന്നോടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്, തമാശയ്ക്ക്. മാഷോട് ഇത് പറഞ്ഞ് വേർബലൈസ് ചെയ്തില്ല. അപ്പം മാഷ് ആ കുട്ടിയോട് ചോദിച്ചു, എന്താ മോനെ ഇത്? ഷേവിങ് സെറ്റാണ് മാഷേ. എന്തിനാ മോനെ എനിക്ക് ഷേവിങ് സെറ്റ്? ഞാൻ മുരുകഭക്തനാ, താടി വടിക്കാറില്ലെന്ന് അറിഞ്ഞൂടെ? അല്ല മാഷ് ഷേവ് ചെയ്ത് കാണാൻ ആഗ്രഹം. കളിയാക്കി പറഞ്ഞതാ. മാഷ് പറഞ്ഞ വാക്കെന്താ അറിയോ? എന്നാൽ എൻ്റെ പേര് പറഞ്ഞു, എന്നാ മോനെ ഞാൻ ഇനി താടി വടിച്ചിട്ട് നിനക്ക് ബികോം പാസ്സാവാം.
നിങ്ങൾക്ക് കേൾക്കണോ? ആ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും പാസ്സായി. ഇവൻ പാസ്സായില്ല. പാസ്സായില്ലെന്ന് മാത്രമല്ല, ഇവൻ പല ജോലികൾ ചെയ്തു നോക്കി, ഗൾഫിൽ പോയി നോക്കി, തിരിച്ചു വന്നു, എല്ലാം പൊട്ടി 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 അവസാനം അവൻ്റെ പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചു. ഇത് നടന്ന കാര്യമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസാണ്. മുരുക ഭക്തന്മാർ ആരെയും അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കുന്നവരല്ല. ഒരു പട്ടാളക്കാരൻ്റെ മനോനിയന്ത്രണവും ആത്മബലവും ഉള്ളവരാണ്. ഒരു മുരുക ഭക്തനെ വേദനിപ്പിക്കാമെന്ന് നനച്ചാൽ കിടുക്കയിടർ നിനക്കിലവർ, അത് പ്രത്യേകം അരുണഗിരിനാഥ് പറഞ്ഞിട്ട്, ആരെങ്കിലും മുരുകഭക്തനെ കെടുത്താൻ വിചാരിച്ചാൽ അവൻ്റെ കുലത്തെ മുഴുവൻ കെടുത്തിക്കളയും മുരുകൻ. അതിപ്പോൾ തന്നെ ഈ എഴുതുന്ന പറയുന്ന വ്യക്തികൾക്ക് മെല്ലെ മെല്ലെ അനുഭവം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഷുഗർ ലെവൽസ് മാറി തുടങ്ങി, അവരുടെ പ്രഷർ ലെവൽസ് മാറി തുടങ്ങി, അവരുടെ ഭാഷയ്ക്ക് പഴയ ഭംഗി നഷ്ടപ്പെട്ട് ചീഞ്ഞ് നാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മലയാളികൾക്കുള്ള പ്രത്യേകതയാണ്. The greatest adage about Malayalis is that Malayalis are Kolayalis. They hate without reason. Malayalis hate without reason. എൻ്റെ അനുഭവമാണത്. എന്നെ ഒരു കാര്യമില്ലാതെ വെറുക്കുന്ന ആൾക്കാർ, എനിക്ക് ഭക്തവൃന്ദത്തെക്കാൾ വെറുക്കുന്നവരുടെ വൃന്ദമാണ് കൂടുതൽ. എന്നെ വെറുക്കുന്നവരുടെ സമ്മേളനം വിളിച്ചാൽ അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അന്ന് ഫ്ലൈറ്റ് കിട്ടിയില്ല, കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ലീവ് എടുക്കും. അപ്പോൾ ഒരു ഭക്തൻ എത്രത്തോളം മുരുകൻ്റെ കൃപ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത് നമ്മൾ ഇതുവരെയുള്ള എല്ലമാർക്കയുടെ സമ്മേളനത്തിൽ ഏറ്റവും കുറവ് സംഖ്യ ഇതായിരിക്കും അല്ലേ ആളുകൾ കൂടുന്നത്. ഇതിന് മുമ്പുള്ള എല്ലാ എല്ലമാർക്കയുടെ സമ്മേളനത്തിലും ആയിരക്കണക്കിന് പേര് തടിച്ചു കൂടുകയാണ്. അത് ഈ മനുഷ്യൻ എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടോ കിറ്റ് കൊടുത്തിട്ടോ ഒന്നുമല്ല. അത് മുരുകൻ കൊടുത്ത കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമാൻഡന്റ് ആണ് അദ്ദേഹം. മുരുകൻ്റെ കമാൻഡ് അനുസരിക്കുന്ന ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഭക്തന്മാർ, ഞാനടക്കമുള്ള എല്ലാവരും മുരുകന് വേണ്ടി അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, സ്നേഹമസൃണമായ പെരുമാറ്റം, മര്യാദാപൂർവമായ പെരുമാറ്റമാണ് രജിത് കുമാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് മറ്റു പല ഗുണങ്ങളും ഉണ്ടാവാം, മറ്റു പല കഴിവുകളും ഉണ്ടാവാം, അതൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് രജിത് കുമാർ എന്ന വ്യക്തി എപ്പോഴും ആലോചിച്ചാലും മനസ്സിലൊരു സുഖമാണ്. അതിന് കാരണം ഒരു ഈഗോ ഇല്ലാതെ, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, ഈഗോ ഇല്ലാതെ, മോളെ ചായ ബാക്കി വെക്കണേ, അതായത് ഒരു ഈഗോ ഇല്ലാതെ, ഞാൻ നേരത്തെ അനൂപിനോട് ചായ തരാൻ വേണ്ട പറ്റിച്ച് എന്നെ മുങ്ങിയതാണ്, അതുകൊണ്ടാണ് അവരെ ഞാൻ അങ്ങനെ വിളിക്കാൻ കാരണം. ശരി, അപ്പോൾ ഒരു ഈഗോ ഇല്ലാതെ ഇത്രയും വലിയ ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ പരിണമിപ്പിച്ച ആ ശക്തി എന്തായിരിക്കും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അത് ഇത്ര മനോഹരമായിട്ട് പരിപാടികൾ സംഘാടനം ചെയ്യാനുള്ള കഴിവ് ഒരാളോട് പോലും അദ്ദേഹം ഒരു മോശമായിട്ട് പെരുമാറുന്നത് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അവരുടെ കുലം, ആ കുലത്തിൻ്റെ മഹിമയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം, കാരണമില്ലാതെ വെറുക്കുന്നൊരു സമൂഹമായി മലയാളികൾ മാറിയിട്ടുണ്ട്. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചാൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഒരാൾ എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു സംഘടന തുടങ്ങിയാൽ, കാരണമില്ലാതെ വെറുത്തതിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് അഭിമാനപുരസരം നമ്മൾ മലയാളികൾ. അതിൽ പെടാത്ത മലയാളികളുടെ കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഇവിടെ വരില്ലല്ലോ, അല്ലെങ്കിൽ വരില്ല, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കുറ്റം പറയുള്ളൂ. അപ്പം ഞാൻ രജിതയോട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് തോന്നും, മുരുകൻ തോന്നിക്കുന്നതായിരിക്കും. കാരണം ഞാൻ ലക്ഷക്കണക്കിന് മുരുകൻ്റെ മന്ത്രം ജപിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, ലക്ഷക്കണക്കിന്. അപ്പം ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വൈകുന്നേരം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പറ്റി വല്ലാണ്ട് മോശമായിട്ട് എഴുതുന്നുണ്ടല്ലോ ഒരുത്തൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ പറയണം അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ മാർക്കും എത്രത്തോളമൊക്കെ എത്തി, നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ എല്ലാ മാർക്കും നല്ലൊരു ചാനൽ തുടങ്ങാം, ആ ചാനലിൽ കൂടെ മാത്രം മറുപടി പറയാവൂ. ഇവനോടൊക്കെ നേരിട്ട് പോയി യുദ്ധം ചെയ്താലേ ചെളിയിൽ കളിക്കുന്ന പന്നിയോട് യുദ്ധം ചെയ്ത് നമ്മൾ ചെളി പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ മാർക്കും സ്വന്തമായിട്ട് അവരുടെ വോയിസ് അറിയിക്കാൻ വേണ്ടിയിട്ട് വളരെ ഉയർന്ന തരത്തിൽ ഒരു വിഷ്വൽ മീഡിയ സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ മാർക്കിൽ ചാരന്മാരുണ്ടോന്ന്. ഞാൻ രാജേഷിൻ്റെ പേരെ തൽക്കാലം പറഞ്ഞത്. അദ്ദേഹം അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇങ്ങനെ വരുന്ന വിമർശനങ്ങൾക്ക് സമർത്ഥമായിട്ട് മറുപടി പറയാൻ ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് മുരുകൻ അത് എൻ്റെ ഉള്ളിലും ഒരേപോലെ തോന്നിച്ചത്.
അപ്പം നമ്മുടെ എല്ലാ ഉള്ളങ്ങൾ വാഴുന്ന മൂർത്തിയാണ് മുരുകൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ആ കാര്യം. നമ്മളെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ LMRKയുടെ ഒരു വിഷ്വൽ ഭാവം വന്നാൽ അതിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഒരു ഗുണമുണ്ട്, എന്താ അറിയോ? ടിക്കറ്റ് കിട്ടാത്തവർക്കും അസുഖം കൊണ്ട് വരാൻ പറ്റാത്തവർക്കും വീട്ടിലിരുന്ന് തന്നെ ഈ ലൈവ് കാണാൻ പറ്റും. അങ്ങനെ ഗുണമുണ്ട്. ഇനി ലൈവ് മലയാളികളാണ്ട് അത് പറയണില്ല, എന്താ അറിയോ? ലൈവ് ഉണ്ടല്ലോ എന്തിനാ പോണവരിക്കും, അതും പ്രശ്നമാണ്. ഇപ്പം എന്തായാലും ഇത് ഇന്നലെ 10 ദിവസമായിട്ട് നമ്മുടെ രജിത്ജി ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എൻ്റെ മനസ്സിൽ മുരുകൻ ഇങ്ങനെ തോന്നിച്ചു എന്നത് ഞാൻ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുള്ളവനാണ്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻജി അടുത്ത് പരിചയപ്പെടുകയും കാണുകയും ചെയ്യുന്നത്. ഈ പരിപാടി അതിനും ഒരു കാരണമായി. അതുപോലെ തന്നെ അല്ല, ഇന്ത്യ ലൈവിൻ്റെ ആൾ കുറയൊന്നുമില്ല കേട്ടോ, വേറെ കാര്യം. ഇനി ഇത് പറഞ്ഞ് എന്നെ വിളിക്കാണ്ടിരിക്കല്ലേ? ശരി. ഇപ്പം എന്തായാലും നമ്മളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മലയാളി സമൂഹം, ഐ ഡോണ്ട് വോണ്ട് അവർ ഡിയർ ബ്രിഗേഡിയർ ഭാരത് സിംഗ് ടു നോ ദിസ്, ബിക്കോസ് നമ്മുടെ കേരളത്തിൽ അഫ്സൽ ഗുരുവിന് ജയ് വിളിക്കണവന്മാരുണ്ട്. There are people in Kerala, I am ashamed to say that there are people in Kerala who are for Afzal Guru and the like. In Kerala has become the worst place as far as national integration is considered, because political parties are propagating anti-Indian slogans in Kerala. പല യൂണിവേഴ്സിറ്റികളിലും അതാണ് നടക്കുന്നത്. മാത്രമല്ല, ആസാദി ആസാദി എന്നൊരു മുദ്രാവാക്യം ജയിനിൽ ഇപ്പോൾ ഡൽഹിയിലെ വിളിച്ചത്. ആസാദി ആസാദി, എന്തിൽ നിന്നാണ് ആസാദി വേണ്ടത്? മോദിയിൽ നിന്ന് ആസാദി, അമിത്ഷായിൽ നിന്ന് ആസാദി. അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ചേർത്ത് കൊടുത്താൽ തന്നെ അത്ര സന്തോഷമാണ് ആസാദിക്കാർക്ക്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഞാനൊരു സൊല്യൂഷൻ, ഐ ഹാവ് എ സൊല്യൂഷൻ ഇൻ മൈ മൈൻഡ്. ഐ ബീൻ തിങ്കിങ് അബൌട്ട് ദിസ് ഫോർ ദ ലാസ്റ്റ് 2 decades almost. That is, every Indian citizen after passing the +2 examination should join the Indian Army in some way. It need not be to the mainstream. It can be in the paramilitary forces, CRPF or some other security forces, and they should be sent to different borders. Kerala should be sent to Arunachal Pradesh at least. Chandalika vidandadu ennalum ഞാൻ പറയാണ്, Keralites should be sent to Jammu and Kashmir. All these kids should work for the army, serve the army for 3 years, then only should they be given the degree certificates. But there is another problem. Indian Army is already overcrowded. They say that Indian Army is already overcrowded. No, we are not sending them for deployment. We are not sending them for regular jobs. It is just service. At least Indian government should take a decision on this, that Indian students, especially youngsters from degree first, second and third years, should be spending some years without mobile phones. Then all the problems of India will be solved. Because as I see, as a teacher of English, I have seen my students spending hours on end for gaming purposes only. They sit from 7 p.m. to 7 a.m. without giving not even a single iota of time for the service of nation. They are playing online games for hours on end. So the generation has become absolutely useless now. And if a war comes, you can see most of these guys will die a deplorable death. I will not die a deplorable death. I'm sure about it. I'll fight as my might allows me to do. You should also do that. പക്ഷെ നമ്മുടെ കുട്ടികളെ നോക്കൂ, മലയാളി കുട്ടികൾ വൈകുന്നേരം 7 മണിക്ക് അവൻ എൻ്റെ റൂമിൽ കയറി അടയ്ക്കും. എന്നിട്ട് അമ്മയും അച്ഛനും സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അവൻ ഈ രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത മൊബൈൽ ഗെയിമുകളിൽ പുലർച്ചെ വരെ രമിക്കുകയാണ്. ഇവരെ കൊണ്ട് രാജ്യത്തിനോ കുടുംബത്തിനോ രാഷ്ട്രത്തിനോ യാതൊരു ഗുണവും ഇല്ലാതായിരിക്കുകയാണ്. ഇത് മാറണമെങ്കിൽ every student of India should serve the Indian Army in some or the other way for 3 years, and then only they should be served their degree certificates. Otherwise they should not be allowed to pass out the degree examinations. ഇത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കൈയടിക്കാം. Why is China so strong? They are doing something like this. All the other nations, I think, in some way or the other are doing like this. India alone, it is the military's job. ഈ രാജ്യത്തിലെ പട്ടാളക്കാർ മരിച്ചോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചോട്ടെ,
ഞങ്ങൾ ഗെയിം കളിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ കാണട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടട്ടെ. ഇത്ര സ്നേഹമില്ലാത്ത, ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജനത വേറെ എവിടെയും ഉണ്ടാവില്ല. ഇത് മാറ്റിയെടുക്കണം നമ്മൾ. ഇത് മാറ്റിയെടുത്തേ പറ്റൂ. എങ്ങനെ മാറ്റിയെടുക്കാം? അതിനാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതിന് മുൻപ് നിർബന്ധിതമായി അവനവൻ്റെ സ്റ്റേറ്റിന് പുറത്ത് അപ്പോൾ ഭാഷ പഠിക്കും. കേരളത്തിൻ്റെ പ്രത്യേകം എന്തറിയോ? ഇൻ കേരള എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് can't speak English. It is because he has not seen anything outside the bubble called Kerala. He has to go to Chennai, Bangalore, or to Delhi, or to Arunachal Pradesh, or to Jammu and Kashmir, and serve the nation in some or the other way. And then he'll learn languages, he'll pick up Hindi, he'll pick up Marathi, he'll pick up English. And in the famous temple of Vaitishwaran Kovil, there is a practice of reading Ola. You know that? Nadi Jyotisham. When I was doing my second year of graduation, I went to this Vaitishwaran Kovil and took my Nadi. And in the particular family picked up from the group, from the plot, it was written that this man was once the Madhav Rao Peshwa of Maharashtra. So even if it was a lie, I am so proud about it. Because I was not a charlatan. I was not a traitor. I was a great warrior, at least in my past life. So when I see Brigadier Ji and Captain Shalu Sharma Ji, I'm so proud that, see, the way he speaks, the kind of spark that comes out of his mouth is not because of physical strength, it is because of the moral strength of the land called Bharat. അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ, ഇത്ര ആരോഗ്യം മനസ്സിനുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ രാജ്യത്ത് നിർബന്ധിതമായി ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശമ്പളം വാങ്ങാതെ രാഷ്ട്രത്തെ സേവിക്കുന്ന 3 കൊല്ലം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും. അങ്ങനെ ചെയ്താൽ പല ഗുണങ്ങളുണ്ട്. 1, രാജ്യസ്നേഹികളായ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കിട്ടും. 2, കമ്മ്യൂണിസവും ജിഹാദിസവും ഇല്ലാതാവും. I always say communism is a disease that sprouts up in you when you become too lazy. When you are too lazy, you have nothing to do, you just blame others for your poverty, your problems. That blame game should end. എങ്ങനെ നിർത്താൻ പറ്റും? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഭാഗമായി കൊണ്ടുവരിക, മാത്രവുമല്ല രാഷ്ട്രബോധം അവരിൽ നിറയ്ക്കുക. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ലയൺ മയൂര റോയൽ കിങ്ഡം എന്നുള്ളത്. മാത്രമല്ല ഞാനിതിൽ എനിക്കിതിൻ്റെ യാതൊരു ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റിയും ഇല്ല, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ രജിത് കുമാർ എന്ന ഇതിൻ്റെ മുഖം, ഈ എലമാർക്കയുടെ മുഖം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ഞാനിതിൽ ആദ്യം പങ്കെടുത്തത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. അപ്പോൾ മുരുകൻ്റെ ഒരു ഭക്തനെ വേദനിപ്പിച്ചാൽ മുരുകൻ കുലം മുഴുവൻ മുടിച്ചു കളയുമെന്ന് ഞാനോ രജിത് കുമാറോ പറഞ്ഞതല്ല, സാക്ഷാൽ മുരുകൻ്റെ ഭക്തനായ അരുണഗിരിനാഥർ പറഞ്ഞതാണ്. അരുണഗിരിനാഥരുടെ വാക്കുകൾ പാഴായി പോവില്ല. മുരുക ഭക്തരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ കുലത്തോടെ മുടിപ്പിച്ചു കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീകൃഷ്ണൻ അതിന് ഒരുപക്ഷെ 90 വർഷം എടുത്തേക്കാം, മുരുകൻ 90 മിനിറ്റ് പോലും എടുക്കില്ല എന്ന് മനസ്സിലായിക്കൊള്ളും. സ്കന്ദ എന്ന വാക്കിന് വേഗത്തിൽ വരുന്നവൻ, യുദ്ധത്തിന് വേണ്ടി ചാടി വരുന്നവെന്നൊക്കെ അർത്ഥം കൂടിയുണ്ട്, അത് മനസ്സിലായിക്കൊള്ളും. സ്വിഫ്റ്റ് ആക്ഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമുക്കിവിടെ ഒന്നിച്ചു കൂടാൻ സാധിച്ചത്. ഈ മഹത്തരമായ 26 ജനുവരി 2026 നോക്കൂ, 26 ജാനുവരി 26, അതല്ലേ മഹത്വമാർന്നൊരു ദിവസമാണിന്ന്. ഇതിനി ഒരിക്കലും നമ്മുടെ ആയുസ്സിൽ വന്നുകൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാവിധം വിഭാഗീയതകളും എല്ലാ തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാ അഴിമതിക്കും കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഒരിക്കൽ പോലും നയിക്കേണ്ടി വരാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ യൂണിയനുകളും ചുമട്ടു തൊഴിലാളികളും അവരുടെ യൂണിയനുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് അധിക പ്രസംഗമാവില്ല, നിങ്ങൾക്ക് അനുഭവത്തിലുള്ളതാണ്. അത് മാറണമെങ്കിൽ അവർ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അവരുടെ മക്കളെങ്കിലും 3 വർഷം ഈ രാജ്യത്തെ ഡിസിപ്ലിൻഡ് ആയിട്ട് എങ്ങനെയെങ്കിലും സെർവ് ചെയ്തിരിക്കണം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമുണ്ട്, ഛത്രപതി ശിവാജി മഹാരാജ്, അദ്ദേഹത്തിൻ്റെ മറാഠ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ഗുരു രാംദാസ്, ആ രാംദാസ് ഗുരു അദ്ദേഹം പോലും ദിവസവും 100 ബൈഠക്ക് എടുക്കുന്ന ആളായിരുന്നു. ഡെയിലി ഹി യൂസ് ടു പ്രാക്ടീസ് 100 ബൈഠക്സ്. ഒരു സന്യാസി
അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, വാട്ട് ദ നേഷൻ വാണ്ട്സ് ഈസ് മസിൽസ് ഓഫ് അയൺ ആൻഡ് നെർവ്സ് ഓഫ് സ്റ്റീൽ. സന്യാസി ആയിക്കോട്ടെ, പട്ടാളക്കാരനായിക്കോട്ടെ, ചുമട്ടുതൊഴിലാളി ആയിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ശുഭകാര്യങ്ങൾ നേടാൻ സാധിക്കും. അത്തരത്തിലൊരു ജനതയെ വാർത്തെടുക്കുന്നതിൽ LMRKയുടെ പ്രവർത്തനം അന്യാദൃശമാണ്, ഇതം പ്രഥമമാണ് കേരളത്തിൽ. അതുകൊണ്ട് ഇത് വളരണം, ഇത് വളരും. മുരുകന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ്.